വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈശോയുടെ പ്രാർത്ഥനയുടെ ഫലമായി പിതാവ് അയച്ച മറ്റൊരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈശോ നമ്മെ സഹായിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം സഹായിക്കുന്നു. ദൈവം നമുക്ക് നൽകിയ ശ്രേഷ്ഠ ദാനമാണ് അവിടുത്തെ പരിശുദ്ധാത്മാവ്. നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്ന ദൈവമാണ് അവിടുന്ന്. എന്നേക്കും നമ്മോട് കൂടെ ആയിരിക്കുന്ന ദൈവം. ആത്മീയ തലത്തിലോ ഭൗതിക തലത്തിലോ ആകട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ സഹായിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ വൈശിഷ്ട്യം. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സൂക്ഷ്മ അംശത്തിലും സഹായിക്കുവാൻ അവിടുന്ന് അതീവ ശ്രദ്ധാലുവാണ്. എന്നാൽ പലപ്പോഴും കാര്യങ്ങൾ സ്വയം ചെയ്യാൻ നാം ഇഷ്ടപ്പെടുന്നു. പരിശുദ്ധാത്മാവ് മാന്യനായ വ്യക്തിയാണ്. ആരുടെയും ജീവിതത്തിലേക്ക് ബലം പ്രയോഗിച്ച് അവൻ പ്രവേശിക്കില്ല. അവനെ ക്ഷണിക്കുന്ന പക്ഷം നിങ്ങളെ സഹായിക്കാൻ അവൻ അവിടെ ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ സഹായം സ്വീകരിച്ചതുകൊണ്ട് അഭിവൃദ്ധി നേടിയ വ്യാപാരികളുണ്ട്. പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചതിനാൽ വിജയം കൊയ്ത കായിക താരങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സഹായം പ്രാർത്ഥിച്ചതിനാൽ വിജയം വരിച്ച വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾ അനുവദിച്ചാൽ എല്ലാ കാര്യത്തിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കും. തന്റെ പൂർണ്ണ ശക്തിയോടും അധികാരത്തോടും കൂടി നമ്മിൽ പ്രവർത്തിക്കുവാൻ സജീവ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ കൂടി ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാനുള്ള ദിവസങ്ങളാണ് ഈ പെന്തക്കോസ്ത് ഒരുക്ക ദിനങ്ങൾ. ആദിയിൽ വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന, എല്ലാം ക്രമപ്പെടുത്തിയ, ഭൂമിയെ രൂപപ്പെടുത്തിയ പരിശുദ്ധാത്മാവ് ദൈവീക ചൈതന്യത്താൽ നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതിന് നമുക്ക് ആഗ്രഹിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വേണ്ട വിധം പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദിവ്യ സഹായം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സുകൃത ജപം. സഹായകനായ പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ.